ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല, കുട്ടികളൊക്കെ ലീവല്ലേ. അപ്പോൾ അവരെ ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടോ. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് കവർ ചെയ്തതാണ് കേട്ടോ. ചെറുതുരുത്തി കേരള കലാമണ്ഡലം അറിയാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്ന പ്ലേസ്. നീള ബോട്ട് ക്ലബിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻട്രൻസിലൊക്കെ നമ്മൾ വന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, നല്ല മനോഹരമായൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മക്കൾസിന് അവിടെ കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലോകം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകണം കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഒരു പ്ലേസ്. എനിക്ക് ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓടിയത് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കിതൊരു കുട്ടി ലക്ഷദ്വീപാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ചെറുതുരുത്തിയുടെ ഒരു ചെറിയൊരു അഹങ്കാരം കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വൈബടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളും ഒക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവരിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനൊരു ബോട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ അധികം തിക്കും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പ്രകൃതി ഭംഗികൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഒരു ആമ്പൽക്കുളമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ കവർ ചെയ്തെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്ലേസ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ ബോറടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. അപ്പോൾ നമുക്ക് വലിയ ക്യാഷ് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുൾ എൻജോയ്മെൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗം കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ കണ്ടോ ഇവിടുത്തെ തെങ്ങിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത കണ്ടോ. അവർ അതിൽ പോലും ഓരോ പെയിൻറ്റിങ് ഡിസൈനുകൾ കൊണ്ടുവന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ആകർഷണം വരുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മക്കളിങ്ങനെ ഫിഷൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ നോക്കി വരും കേട്ടോ. ഇവിടെ മസാലയും പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ചിങ്ങനെ വെള്ളം കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമുള്ള ടൈമിലാവുമ്പോൾ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ കുറേ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളേജ് പിള്ളേർക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഏരിയ കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് കവർ ചെയ്തു. അപ്പോൾ കണ്ടോ കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ അവരതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോണത് നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് നല്ല വൈബായിരിക്കും കേട്ടോ. ഇവിടെ നല്ലൊരു ഭംഗിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലൊരു
കോഫി ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ട് കഴിക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റായിരിക്കും കേട്ടോ ഒന്നും കൂടി ബെറ്റർ കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു മനോഹരമായൊരു പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളിനി പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇനിയും പോവാം, ഇത്രയും അടുത്തല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഒരു പ്ലേസ് എന്ന് പറയണത്. പിന്നെ അവിടെ ഇങ്ങനെ കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മ്യൂസിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ ബോട്ടിങ് ഇല്ല കേട്ടോ. ആകെ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ മാത്രം കേട്ടോ അത് സർവീസുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പ്ലാൻ ഇട്ടു ഇനി ഇങ്ങനെയുള്ളൊരു ദിവസം കൂടി നമുക്കൊരു ദിവസം പോകണം എന്നൊക്കെ കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയൊക്കെ കാണാം. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ കണ്ടു ഇവിടെയൊക്കെ നല്ലൊരു പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് പറഞ്ഞിട്ടും മതിയാവണില്ല, അത്രയും നമ്മുടെ ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നല്ല അടിപൊളി വൈബ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ പെരുന്നാൾക്കൊക്കെ ആണെങ്കിലും നമ്മളെ ഫാമിലി ആയിട്ടും മക്കളെ ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഏരിയ. പിന്നെ നമ്മളിങ്ങനെ നേരെ ബോട്ട് സർവീസ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കുറച്ച് ചിൽഡ്രൻ പാർക്കിൻ്റെ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ കുട്ടികൾക്കൊന്നും ബോറടിക്കാത്ത രീതിയിലുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തോന്നില്ല കേട്ടോ. അത്രയും ചില്ലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തു കേട്ടോ. മക്കളെയൊക്കെ നന്നായിട്ട് നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത്. കണ്ടോ മറ്റേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കൾസിന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഹാപ്പിയിലാണ് കേട്ടോ അവരവിടെ. അപ്പോൾ അവരിതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വരില്ല കഴിഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് ഭാഗം കൂടി അവിടെ നിന്ന് കവർ ചെയ്യാണ്ട് അതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു പ്ലേസും കൂടി കേട്ടോ. ഐ ലവ് നീല ബോട്ട് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം കുറേ നല്ല ഭംഗി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല ആംബിയൻസാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് കവർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഞാനൊന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ നൈറ്റാണ് കേട്ടോ ഇവിടെ ഭയങ്കര സൂപ്പറാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വന്ദേ ഭാരത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം. ബായ്.